ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. എന്തായി എല്ലാവരുടെയും വീട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? നമ്മുടെ വീട്ടിൽ ഇന്ന് നൈറ്റ് കരോളുകാർ വരും കേട്ടോ, പള്ളിയിൽ നിന്ന്. കരോളുകാരനല്ല കേട്ടോ, കരോള് വരും. അപ്പോൾ എന്തായാലും ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഡോണിസിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും നമുക്ക് പള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവർ കേക്ക് കഴിച്ചു മടുത്തു എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോട്ടെ, വല്ല വെജി ഐറ്റംസ് വല്ലതും കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി ഏത്തക്ക ബോളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. അഡോണിസ് അവിടെ എന്തെടുക്കാമെന്നല്ലേ, അവൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന മുട്ടായിയൊക്കെ കട്ട് തിന്നുക കേട്ടോ. ആരും ഇല്ലാത്ത സമയത്ത് സ്ഥിരം അവൻ്റെ പരിപാടിയാണ് അത്. കുറച്ച് ചോക്ലേറ്റ്സ് ഇപ്പം എന്തായാലും അവൻ്റെ അമ്മ കൊടുത്തുവിടും, അതല്ലെങ്കിൽ എൻ്റെ ചേച്ചി കൊടുത്തുവിടും. എപ്പോഴും സ്റ്റോക്ക് കാണും. പല്ലെല്ലാം അങ്ങനെ പോയിരിക്കും കേട്ടോ, മുട്ടായി തിന്ന്. എന്തായാലും എനിവേ നമ്മൾ എന്താ പറയുക, നല്ല നാടൻ ഏത്തക്കൊല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പഴുത്തതാട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കുവാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയാണ് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. മൈദയും കടലമാവും പിന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് റവയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. സത്യത്തിൽ ഇത് മാത്രമായിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അതൊരു ഒരു വ്ളോഗ് പോലെ അങ്ങനെ ആക്കേണ്ടി വന്നു, അതാണ് സത്യം. അപ്പം ഞാനും ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. സത്യത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതും കുറച്ച് നേരം ഒന്ന് വൈബ് അടിച്ച് നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചേർത്തതേ കുറച്ച് പഞ്ചസാര. എന്തിനാന്നല്ലേ, ചെറുതായിട്ട് കുറച്ച് മധുരവും ഉപ്പും ഇങ്ങനെ അതിൻ്റെ ഒരു ബാറ്ററിൽ പഴംപൊരിയുടെ മുകളിൽ നമ്മൾ ഒരു ബൈറ്റ് എടുക്കുമ്പോൾ അതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണം, എന്നാലേ അതങ്ങോട്ട് സെറ്റാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് അത് റെഡിയാക്കി എടുക്കുന്നുണ്ടേ. പിന്നെ കൂട്ടത്തിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോസ് എടുത്ത് വെക്കുന്നത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല. ആ സമയം ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ടൈം ആകുമ്പോൾ കുറേ എന്താ പറയുക ഷോർട്ട് വീഡിയോസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഒരുപാട് ലൈക്കും എന്താ പറയുക, അല്ലെങ്കിൽ അറിയാവുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ. അമ്മയോടൊക്കെ ആണെങ്കിലും പറയാറുണ്ട്, ചേച്ചിയോടൊക്കെ വീഡിയോസ് കാണാറുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് നിങ്ങളോടൊക്കെ എന്താ പറയുക, ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തക്കാപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി കേട്ടോ, സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ ടൈപ്പ് ചെടിയുണ്ടോ? ഇതിനെന്താ നിങ്ങളുടെയൊക്കെ അവിടെ പറയുക? ഇവിടെ ഇത് ഒരു ടൈപ്പ് ഓഫ് ജമന്തി ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇത് ടൈപ്പ് ഓഫ് കർപ്പൂര ചെടി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. നല്ല കർപ്പൂരത്തിൻ്റെ മണമാണ് കേട്ടോ, ഭയങ്കര മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെടി, നല്ല രസമാണ്. നിറച്ച് പൂത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 month കൂടുതലായി അത് പൂത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അഴുക്കായി പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മയാണ് ഏത്തക്കാപ്പത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെ അഡോണിസിൻ്റെ അമ്മച്ചിയും കൂടെ ചേർന്നിട്ടാണ് ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളടുത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഇത്രയും ഹ്യൂജായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത്. കാരണം ഒരു 10-75 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാക്കി. രസമായിരുന്നു. എന്താ പറയുക, ആദ്യത്തെ ട്രയൽ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബാറ്ററൊക്കെ അല്ലാതെ വരുമല്ലോ, അതൊക്കെ കോരി അമ്മ ഒരു പ്ലേറ്റിലിട്ട് തരും കേട്ടോ. ഞങ്ങൾ മുകളിൽ കുറച്ച് എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നേ. അപ്പോൾ ആ ടൈമിൽ അമ്മ ഇങ്ങനെ കൊണ്ടുതരുമ്പോൾ നമ്മളൊരു പ്ലേറ്റിലൊക്കെ പോയിരുന്നുണ്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വയറ് ഫില്ലായിരുന്നു ഇങ്ങനെ കഴിച്ചിട്ടേ. അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല നാടൻ എന്താ പറയുക, നമ്മൾ ഈ മൈദയിലൊക്കെ മിക്സ് മാത്രം ഉണ്ടാക്കുമ്പോൾ ഒരു ഭയങ്കര അതിൻ്റെ ഒരു പഴംപൊരിയുടെ ആ ഒരു മേൾ വശം ഭയങ്കര ഒരു റബ്ബറി പോലെ ആയിരിക്കത്തില്ലേ. ഇത് ഓക്കെ ആയിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് നമ്മുടെ പഴംപൊരി. അപ്പോൾ പഴംപൊരി വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് സത്യത്തിൽ കരോളുക അവർ പള്ളിയിൽ നിന്ന് വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു 10 മണിക്ക് വരും എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മൾ മറ്റേ ഇത് പറയുന്ന പോലെ കാത്തിരുന്ന് ഒരു സമയമായിട്ടോ. വീടിൻ്റെ ആ ഒരു മേൾവശത്തൊക്കെ നമ്മൾ കുറച്ച് ട്രീ നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നല്ലോ. പഴംപൊരി നല്ല യമ്മിയായിരുന്നു കേട്ടോ, അതാണ് ഇവിടെ എഴുതി കാണിച്ചത്. അങ്ങനെ ട്രീ ഓൾറെഡി ഉണ്ടായിരുന്നു, സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഒരു LED സ്റ്റാറും ഉണ്ടായിരുന്നു. ബാക്കി എന്തെങ്കിലും ലൈറ്റിങ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ കൂടി അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കാരണം ഞാനും കുറച്ച് നേരം അമ്മയുടെയൊക്കെ കൂടെ കുറച്ച് കിച്ചണിൽ നിന്ന് കുറച്ചൊന്ന് മുഷിഞ്ഞായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് വൈകിട്ടായി. പിന്നെ നമ്മൾ കുറച്ച് LED ലൈറ്റിൻ്റെ സ്ട്രിപ്സ് അല്ലല്ലോ, മറ്റേ
ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റത്തില്ലേ, അത് തന്നെ നമ്മൾ കുറച്ചങ്ങനെ വീടിൻ്റെ ആ സൈഡിലും ആ ഒരു ആർച്ച് പോലുള്ളിടത്തൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചു കേട്ടോ. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു രസം ഉണ്ടാവുമെന്ന് തോന്നില്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അഡോണസും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടനായിട്ട് വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഇവൻ ഉറങ്ങുമോന്നായിരുന്നു ഞങ്ങളുടെ പേടി. കാരണം ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എപ്പോഴാണ് വരുന്നത് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ 10 മണി എന്ന് പറഞ്ഞ് അവർ വന്നപ്പം 12 മണിയായി കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമ്മളെല്ലാവരും സൊറയൊക്കെ പറഞ്ഞിരിക്കാണ്ട് ആർക്കും അങ്ങനെ ഉറക്കമൊന്നും വന്നില്ല. പിന്നെ ഈ പിള്ളേർ നല്ല ഓളത്തിൽ പാടിയ ക്രിസ്മസ് പാട്ടൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്ത് അതിൻ്റെ ലൈഫ് അങ്ങ് കളയുന്നില്ല കേട്ടോ. നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യേ. എങ്ങനെയുണ്ട് പിള്ളേർ? നല്ല കളറല്ലേ? സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗേൾസ് ഒന്നും ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 3-4 വർഷമൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര നല്ല തീരുമാനമാണ്. പെൺപിള്ളേരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷം അത് കണ്ടതിൽ തന്നെ. പിന്നെ എല്ലാവരും നല്ല ഓളമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരെല്ലാം എന്തെങ്കിലും നമുക്ക് ബൈ പറഞ്ഞ് പിള്ളേരെല്ലാവരും ഇവിടെ പോയിട്ടുണ്ട്. കുഞ്ഞു മക്കൾ വരെ അവരുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ്. എന്ത് രസമല്ലേ സത്യത്തിൽ. ഈ ടൈമൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുമ്പം തന്നെ എനിക്കങ്ങ് മനസ്സ് നിറയുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. സോ വൺസ് അഗെയിൻ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ